പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ SCERTയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ വർഷം മുതൽ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം, എൻ്റെ ആൻസറും പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പരീക്ഷയ്ക്ക് വരുന്ന ആ രീതികളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 9 എണ്ണം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അത് ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇനിയാണ് ഇതിൻ്റെ അകത്തെ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചോദ്യം ഇതാണ്. x+1 × y+1 ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, x+1 × y+1 ഈസ് ഈക്വൽ ടു x+y+1 എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് അടുത്ത ചോദ്യം വന്നേക്കുന്നത്. ദ സം ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 40 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് 375. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് എന്ന് പറയുന്നത് 2 എണ്ണൽ സംഖ്യകളുടെ തുക 40 ആണ്. അവയുടെ ഗുണനഫലം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 375 ആണെങ്കിൽ അതിനടുത്ത 2 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എത്രയാണ്? അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു x+y എന്ന് പറയുന്നത് 40 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ xy എന്ന് പറയുന്നത് 375 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ അനുസരിച്ച് x+1 × y+1 എന്ന് പറയുന്നത് xy plus x+y+1. xy 375 ആണ്, x+y 40 ആണ്, +1. അപ്പോൾ ഇത് കൂട്ടി കഴിയുമ്പോൾ 416 എന്ന് കിട്ടും. അതേ രീതിയിൽ തന്നെ ഇതിന് തൊട്ട് മുമ്പുള്ള 1 കുറഞ്ഞിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ x-1 × y-1 ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. xy മൈനസ് x+y+1 375 - 40 +1, ഇപ്പോൾ 336 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ശ്രദ്ധിച്ച് ചെയ്തു നോക്കുക. 11ാമത്തെ ചോദ്യം. ദ ഏരിയ ഓഫ് എ ലാർജർ സ്ക്വയർ ഇൻ ദ പിക്ചർ ഈസ് 4 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ഏരിയ ഓഫ് ദ സ്മോളർ സ്ക്വയർ ഈസ് 2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ? അതായത് വലിയ സ്ക്വയറിൻ്റെ ഏരിയ 4ഉം ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 2ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോദ്യം ഇതാണ്. വലുതിൻ്റെ സൈഡ് എത്ര, ചെറുതിൻ്റെ സൈഡ് എത്ര? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. അതായത് ഇവിടം വരെയുള്ള നീളമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് 4 ആണെങ്കിൽ ഇതിൻ്റെ 1 സൈഡ് എന്ന് പറയുന്നത് √4 ഈസ് ഈക്വൽ ടു 2 ആണ്. ഇത് 2 ആയതുകൊണ്ട് ഇതിൻ്റെ 1 സൈഡ് എന്ന് പറയുന്നത് √2 ആണ്. √2 എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ഈ ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ 2ഉം ഇവിടുത്തെ √2ഉം കൂടെ കൂട്ടുന്നതാണ്. 2 + √2. √2ൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഏകദേശ വിലയാണ്. 2 + 1.41 3.41 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇത് കുറച്ച് എളുപ്പമുള്ളതാണ്. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ ബി പാർട്ട് ഇതാണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റേഴ്സ്. അതായത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് 2 ആണെങ്കിൽ, ഇത് മൊത്തം 2 ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത് 1. അങ്ങനെയാണ് ഇത് 2 ആണ്. ഇത് √2² - 1 4 - 1 എന്ന് പറയുന്നത് √3 ആണ് ഇതിൻ്റെ ഹൈറ്റ്. അതായത് ഇവിടെ വരുന്ന ലെങ്തിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഹൈറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഹൈറ്റ് 3 ആണെങ്കിൽ ആ 3യെ നമ്മൾ എന്ത് ചെയ്യുക? √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഹാഫ് കിട്ടുന്നത്. ആ ഹാഫ് എന്ന് പറയുന്നത് 3/√3 ആണ്.
ഈ 3നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ ഈ നീളത്തിൻ്റെ ഹാഫ് കിട്ടി. ഈ ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ ആ നീളം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ നീളം കാണണമെങ്കിൽ 2 × 3/√2 എന്ന് പറഞ്ഞാൽ 6/√2 അല്ല √3, 6/√3 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ 11B. ഇത് നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണിത്. In the picture, P and Q are the midpoints of the sides of AB and AC. ABയുടെ മിഡ് പോയിന്റ് ആണ് P, ACയുടെ മിഡ് പോയിന്റ് ആണ് Q. അതായത് മധ്യബിന്ദുവാണ് Q എങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? അതായത് ഈ നീളം 1.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് BC എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും. 2 × 1.5 എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. PB എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് മൊത്തം 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് PB എന്ന് പറയുന്നത് അതിൻ്റെ പകുതി, ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് പകുതി 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതും 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? PC². PC² എന്ന് പറയുന്നത് ഇതാണ് PC. അപ്പം ഇത് എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക്? ഈ നീളം 2 ആണ്, ഈ നീളം 3 ആണ്. അപ്പോൾ PC² എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ 4 + 9 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ 13 ആണ്. PC എന്ന് പറയുന്നത് √13 ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. എൻ്റെ B പാർട്ട്, ഇൻ ദ പിക്ചർ PQR ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ABC. ABCയുടെ മിഡ് പോയിൻറ്റ്സ് ആണ് PQR. ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ABC 18 സെൻറ്റിമീറ്റർ. അതായത് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 18 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? അപ്പോൾ ഇത് മിഡ് പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഇത് 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട്, അതായത് QR 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് AB എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയാണ്. അതായത് QR-ൻ്റെ നീളം AB-യുടെ പകുതിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ QR-ൻ്റെ ഇരട്ടിയാണ് AB. അതുപോലെ തന്നെ AB + BC + AC എന്ന് പറയുന്നത് 18 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ 18 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 8 ആണ്. 8 + 6 + AC എന്ന് പറയുന്നത് 18 ആണ്. 14 + AC എന്ന് പറയുന്നത് 8 + 14 + AC എന്ന് പറയുന്നത് 18 ആയി. AC എന്ന് പറയുന്നത് 18 ന്ന് 14 പോയി 4 ആയി. അപ്പോൾ PQ എന്ന് പറയുന്നത് എത്രയാണ്? PQ എന്ന് പറയുന്ന ഈ നീളം എന്ന് പറയുന്നത് ഈ AC-യുടെ പകുതിയാണ്. എത്രയാ? 2 സെൻറ്റിമീറ്റർ. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ദ ലൈൻ ജോയിനിങ് മിഡ് പോയിൻറ്റ്സ് ഓഫ് any two sides of a triangle is parallel to the third side and half the length of third side. അതായത് 2 ത്രികോണങ്ങളുടെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര 3ാമത്തെ വശത്തിന് സമാന്തരമാണ്, 3ാമത്തെ വശത്തിൻ്റെ നീളത്തിൻ്റെ പകുതിയുമാണ് എന്ന് നമുക്കറിയാം. ഇനി 13ാമത്തെ, ദ പ്രൈസ് ഓഫ് 2 bulbs ആൻഡ് 5 batteries ഈസ് 320 rupees ആൻഡ് ദ പ്രൈസ് ഓഫ് 2 bulbs ആൻഡ് 8 batteries ഈസ് 440 rupees. അതായത് 2 ബൾബും 5 ബാറ്ററിയും കൂടി ചേരുമ്പോൾ 320 രൂപ, 2 ബൾബും 8 ബാറ്ററിയും കൂടി ചേരുമ്പോൾ 440 രൂപ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബാറ്ററി ആൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബൾബ്. നമുക്ക് പ്രൈസ് ഓഫ് ബൾബ് എന്ന് പറയുന്നത് X ആയിട്ട് എടുത്തും പ്രൈസ് ഓഫ് ബാറ്ററി എന്ന് പറയുന്നത് Y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2x + 5y എന്ന് പറയുന്നത് 320 ആണ്. 2x + 5y എന്ന് പറയുന്നത്
320 ആണ്. അതുപോലെ 2 ബൾബ് 5 ബാറ്ററി എന്ന് പറയുന്നത് 320, 2 ബൾബ് 8 ബാറ്ററി എന്ന് പറയുന്നത് 440. അപ്പോൾ നമ്മളത് എഴുതി. ഇതിൽ വലിയ ഇക്വേഷൻ രണ്ടാമത്തേതായതുകൊണ്ട് രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തേത് കുറച്ചു. 2x + 8y എന്ന് പറയുന്നത് 440 നിന്ന് 2x + 5y എന്ന് പറയുന്നത് 320 കുറച്ച് കഴിഞ്ഞാൽ 3y എന്ന് പറയുന്നത് 120 ആണ്. y എന്ന് പറയുന്നത് 120/3 40 കിട്ടി. അപ്പം ഇനി ആ വാല്യൂ വൈയുടെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x + 5y, 5 × 40 = 320. 2x + 200 = 320. 2x = 320 - 200 എന്ന് പറയുന്നത് 120 എന്ന് കിട്ടി. അപ്പോൾ x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 120/2 60 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. അതായത് മനക്കണക്കായിട്ട് ചെയ്യണത് ഇങ്ങനെയാണ്. 2 ബൾബും 5 ബാറ്ററിയും 320, 2 ബൾബും 8 ബാറ്ററിയും 440. ശരിക്കും രണ്ടിടത്തും 2 ബൾബാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 3 ബൾബാണ്. ശരിയല്ലേ? സോറി, 3 ബാറ്ററിയാണ്. 5 ബാറ്ററി ഇവിടെ, 8 ബാറ്ററി രണ്ടാമത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 3 ബാറ്ററിയുടെ വില 320 നിന്ന് 440 എത്താനുള്ള സംഖ്യയാണ്. അതായത് 440 നിന്ന് 320 കുറയ്ക്കുക, അതായത് 120 എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മളിവിടെ സ്റ്റെപ്പായിട്ട് ചെയ്തത്. എക്സും വൈ ഉപയോഗിക്കാതെ തന്നെ മനക്കണക്കായിട്ട് 3 ബാറ്ററിയുടെ വില 120 ആണെങ്കിൽ ഒരു ബാറ്ററിയുടെ വില നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനക്കണക്കായിട്ടത് ചെയ്യാൻ പറ്റും. 14. ഇൻ ദ പിക്ചർ PQ ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് AB and AC. Prove that the length of PQ is half that of BC. Prove that PI = PB = PC. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഐഡിയ ഉപയോഗിച്ചങ്ങ് എഴുതിയാൽ മതി. അതിന് അധികം സ്റ്റെപ്പുകളൊന്നും ഇതിന് ആവശ്യമില്ല. PQ എന്ന് പറയുന്ന നീളം എന്ന് പറയുന്നത്, ഈ PQവിൻ്റെ നീളം എന്ന് പറയുന്നത് BCയുടെ പകുതിയാണ്. കാരണം നമുക്കറിയാം, the line joining midpoints of any two sides of a triangle is parallel to the third side and half its length. അതായത് 2 സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന PQ എന്ന് പറയുന്ന ലൈൻ BCക്ക് പാരലലാണ്, BCയുടെ ഹാഫാണ്. ഇത്ര എഴുതിയാൽ മതി. അതായത് കൂടുതൽ സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല. നമ്മുടെ ആശയം മാത്രം അവിടെ വയ്ക്കുക. ഇനി നമുക്കറിയാം PAയും PBയും ഈക്വലാണ്. PA = PC, PB അല്ല, PA = PC എന്ന് നമുക്കറിയാം. PA എന്ന് പറയുന്നത് PCക്ക് തുല്യമാണ്. അതുപോലെ തന്നെ PB = PA എന്ന് പറയാം. PBയും ഈ PBയും PAയും തുല്യമാണ്. കാരണം ഈ 2 ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഈ 2 സൈഡ്സ് ഈക്വലാണ്. ഇത് കോമൺ സൈഡാണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾ വന്നു. അപ്പോൾ ഈ നീളവും തുല്യമായി. നമുക്ക് ആദ്യം പഠിച്ചു ഈ നീളവും തുല്യമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഈ നീളവും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ PAയും PBയും PCയും ഈക്വലാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. PA = PB അല്ല, PA = PC ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുസ്തകത്തിലുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇത് ഈ P സെൻറ്ററായിട്ട് നമുക്ക് എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കാമെന്നും കൂടി ഒരു പാർട്ട് പുസ്തകത്തിലുണ്ടായിരുന്നു. ഇവിടെ 2 പാർട്ടേ ഉള്ളൂ. അപ്പോൾ ഉള്ള പാർട്ടിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ മതി. ഇനി 15ാമത്തെ ചോദ്യം. ദ പിക്ചർ ഷോസ് ദ സ്ക്വയർ ഫോംഡ് ബൈ the dates on a calendar sheet for a month. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 5, 6, പിന്നെ ഒരു 13 തന്നിട്ടുണ്ട്. അപ്പോൾ 5ൻ്റെ നേരെ താഴെ വരുന്ന മിസ്സിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കലണ്ടറിലെ ഒരു സംഖ്യയുടെ തൊട്ട് താഴെയുള്ള സംഖ്യ എന്ന് പറയുന്നത്
അല്ലെങ്കിൽ ആ ഡേറ്റ് എന്ന് പറയുന്നത് അതിനോട് 7 കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മിസ്സിങ് ഡേറ്റ് എന്ന് പറയുന്നത് 12 ആണെന്ന് കിട്ടി. അല്ലെങ്കിൽ 13 നിന്ന് 1 കുറച്ചാലും മതി, കാരണം അതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് കാണാൻ 1 കുറയ്ക്കാം. പ്രൂവ് ദാറ്റ് എനി സച്ച് സ്ക്വയർ ഓഫ് 4 dates ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ് ഈസ് 7. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് 7 ആണെന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുക, ഇതൊരു എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്താവും, x+1 ആവും, ഇത് x+7 ആവും, ഇത് x+8 ആവും. അപ്പോൾ ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ x ഇൻറ്റു x+8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² + 8x എന്ന് കിട്ടി. ഇനി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടണേ, x+7 ഇൻറ്റു x+1 ചെയ്യുമ്പോൾ x ഇൻറ്റു x x², x ഇൻറ്റു 1 x, 7 ഇൻറ്റു x 7x, 7 ഇൻറ്റു 1 7. അപ്പോൾ ഒരു എക്സും 7x കൂടെ കൂട്ടുമ്പോൾ 8x ആയി +7. അപ്പോൾ ഇവിടെ x² + 8x എന്ന് വന്നു, ഇവിടെ x² + 8x + 7 എന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, അതായത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് 7 ആണ്. ഇനി എൻ്റെ ബി പാർട്ടാണ്. റൈറ്റ് എ പെയർ ഓഫ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 60 cm. അതായത് 60 സെൻറ്റിമീറ്റർ പെരിമീറ്റർ വരുന്ന ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് കാണാനാണ് ചോദിച്ചേക്കണേ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് + ബ്രെഡ്ത്ത്. ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 60 കിട്ടണേ. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 60ൻ്റെ പകുതി എത്രയാണ്, 30 കിട്ടും. ആ 30 കിട്ടുന്ന ഒരു പെയർ ഓഫ് നമ്പർ എഴുതാനാണ് പറഞ്ഞേക്കണേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അപ്പോൾ നമുക്ക് 20ഉം 10ഉം വേണമെങ്കിൽ എഴുതാം അല്ലേ. 15ഉം 15ഉം എഴുതുമ്പോൾ അതൊരു സ്ക്വയർ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള പോലെ എഴുതാം. 21ഉം 9ഉം അങ്ങനെ സമ്മ് 30 കിട്ടുന്ന ഇഷ്ടം പോലെ നമ്പേഴ്സ് നമുക്ക് എഴുതാം. അത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. The perimeter of a rectangle is 60 centimeters and its area is 90 square centimeters. Calculate the perimeter and area of the rectangle with the length of sides 2 centimeters less than that of the rectangle. അതായത് ചോദ്യം ഇതാണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 60ഉം അതുപോലെ തന്നെ ഏരിയ 90യുമാണ്. കാൽക്കുലേറ്റ് പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിനേക്കാൾ 2 സെൻറ്റിമീറ്റർ വീതം കുറഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ എക്സും വൈയും സൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എക്സും വൈയും സൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ x+y എന്ന് പറയുന്നത് 30 ആണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് 60ൻ്റെ പകുതിയാണ്. xy 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഫ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് 2 സെൻറ്റിമീറ്റർ ലെസ്, 2 സെൻറ്റിമീറ്റർ വീതം കുറയുകയാണെങ്കിൽ സൈഡ്സ് എന്ന് പറയുന്നത് x-2 വരും, y-2 വരും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് x-2 ഇൻറ്റു y-2 ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് xy മൈനസ് 2 ഇൻറ്റു x+y. നമ്മളത് ബുക്കിൽ ചെയ്തിട്ടുള്ളതാണ്. 2 ഇൻറ്റു x+y. ഇവിടെ മൈനസ് ആണ്, xy മൈനസ്, രണ്ടും പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വരും. +4, 2 ഇൻറ്റു 2 4 വരും. അപ്പോൾ xy നമുക്കറിയാം 90 മൈനസ് 2 ഇൻറ്റു x+y. x+y എത്ര, 30. അല്ലെങ്കിൽ 2 ഇൻറ്റു x+y എന്ന് പറയുന്നത് അതിൻ്റെ പെരിമീറ്റർ ആണ്. അത് 60 എന്ന് ഒന്നിച്ചെഴുതിയാലും മതി. +4, അപ്പോൾ 34 കിട്ടും. ഏരിയ കിട്ടി. ഇനി പെരിമീറ്റർ കാണണമെങ്കിൽ എന്താണ്, ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ 2 ഇൻറ്റു x-2 പ്ലസ് y-2 is equal to 2 ഇൻറ്റു x plus y minus 4.
ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ നമുക്ക് എത്ര കിട്ടിയേക്കുന്നത് 30 മൈനസ് 4 26 ഇൻറ്റു 2 52 എന്ന് കിട്ടും. 52. അടുത്ത ചോദ്യം ഇതാണ്. ഇത് പെയർ ഓഫ് ഇക്വേഷൻസ് ഫസ്റ്റ് ചാപ്റ്ററിലെ ചോദ്യമാണ്. ദ പ്രൈസ് ഓഫ് 2 നോട്ട്ബുക്സ് ആൻഡ് 3 പെൻസ് ഈസ് 95 rupees. The price of 5 notebooks and 2 pens is 210 rupees. Form the equations and calculate the price of a notebook, the price of a pen. അപ്പോൾ നമ്മൾ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് എക്സ് ആയിട്ടും പെന്ന് വൈ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ 2 നോട്ട്ബുക്സ് 2x പ്ലസ് 3 പെൻസ് 3y ഇസ് ഈക്വൽ ടു 95 എന്ന് കിട്ടി. അതുപോലെ തന്നെ 5 നോട്ട്ബുക്സ് പ്ലസ് 2 പെൻസ് ഈസ് ഈക്വൽ ടു 210. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക, എക്സോ വൈയോ തുല്യമായിട്ടുള്ള സംഖ്യകളില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടം 10 ആവും. രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 10 ആവും. അപ്പോൾ 10x പ്ലസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15y ഈസ് ഈക്വൽ ടു 475 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 420 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ 15yയിൽ നിന്ന് 4y കുറയ്ക്കുമ്പോൾ 11y ഈസ് ഈക്വൽ ടു 55 എന്ന് കിട്ടി. അപ്പോൾ y ഈസ് ഈക്വൽ ടു 55നെ 11 കൊണ്ട് ഹരിക്കുക 5 എന്ന് കിട്ടും. ഈ വാല്യൂ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 5 കൊടുത്തു ഈസ് ഈക്വൽ ടു 95. 2x പ്ലസ് 15 ഈസ് ഈക്വൽ ടു 95. അപ്പോൾ 2x എന്ന് പറയുന്നത് 95 മൈനസ് 15 80 കിട്ടി. അപ്പോൾ x ഈക്വൽ ടു 40 കിട്ടി. അപ്പോൾ നോട്ട്ബുക്കിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് 40ഉം പെന്നിൻ്റെ വില എന്ന് പറയുന്നത് 5ഉമാണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി. 17ാമത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യം വലിയൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. In the picture, the sides of larger triangle are lines through the vertices of small triangle. വലിയ ട്രയാങ്കിൾസിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് ചെറുതിൻ്റെ വെർട്ടീസസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പാരലൽ ടു ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് സൈഡ്സിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. യൂസ് ദ റിസൾട്ട്സ് ഗിവൺ ബിലോ ടു ഷോ ദാറ്റ് ദ ലൈൻസ് ഫ്രം ദ വെർട്ടീസസ് ഓഫ് സ്മോൾ ട്രയാങ്കിൾസ്. ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ വര, ഈ നീല, ഈ കളറ്, അതുപോലെ തന്നെ ഈ പിങ്ക് കളറ്, അതുപോലെ തന്നെ ഈ കളറ് എല്ലാം എന്താണ്, ഇതൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഈ പടം വരച്ചേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ വിത്ത് ബോത്ത് പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ്. പാരലോഗ്രം എന്താണെന്നാണ് പറഞ്ഞേക്കണേ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ആണ്, പാരലോഗ്രം ആണ് ആ ക്വാഡ്രിലാറ്ററൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രം ആർ ഓഫ് ദ സെയിം ലെങ്ത്. പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ ഒരേ നീളമുള്ളതാണ്. ഇൻ എനി ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ് മീറ്റ് അറ്റ് എ പോയിന്റ്. ഏതൊരു ട്രയാങ്കിളിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് അറ്റ് എ പോയിന്റ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ AQRP അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുറേ ഒരു 3 സാമാന്തരികങ്ങൾ കാണുന്നുണ്ട്, പാരലോഗ്രംസ് കാണുന്നുണ്ട്. അപ്പോൾ AP എന്ന് പറയുന്ന ഈ നീളവും AP എന്ന് പറയുന്ന നീളവും ഈ നീളവും തുല്യമാണ്, ഇതും തുല്യമാണ്. ഇനി അടുത്ത പാരലോഗ്രം എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഈ നീളവും തുല്യമാണെന്നും ഇതും തുല്യമാണെന്ന് കിട്ടും. ഇനി അടുത്ത പാരലോഗ്രം എടുത്തു കഴിയുമ്പോൾ വേറൊരു കളർ കൊടുക്കാം. ഏതൊക്കെയാണ്? ഈ നീളവും തുല്യമാണെന്നും
ഇതും തുല്യമാണെന്ന് അറിയാം. അപ്പോൾ പാരലോഗത്തിൻ്റെ ഡയഗണൽസ് എന്താണ്, ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. പാരലോഗത്തിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം മീഡിയൻസ് എന്ന് പറയുന്ന മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻസ്, ആ മീഡിയൻസ് പാസ് ത്രൂ ദ 1 പോയിന്റ്. അതുകൊണ്ട് അത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 19ാമത്തെ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു, പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത മാത്രം അവിടെ എഴുതിയാൽ മതി. ഇൻ ദ പിക്ചർ ദ മീഡിയൻസ് ഓഫ് AD ആൻഡ് BE ഓഫ് ട്രയാങ്കിൾ ABC ഇൻ്റർസെക്റ്റ്. അപ്പോൾ AD എന്ന് പറയുന്നതും BE എന്ന് പറയുന്ന രണ്ട് മീഡിയൻസ് എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? G എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ലെങ്ത് AD എന്ന് പറയുന്ന ലെങ്തിൻ്റെ എത്ര ഫ്രാക്ഷനാണ് AG? നമുക്കറിയാം, ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. AG ഈസ് ടു GD എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ 2ഉം ഇവിടം വരെ 1ഉം ആണെങ്കിൽ AG എന്ന് പറയുന്ന മൊത്തത്തിൻ്റെ, അതായത് 3ന്റെ 2 ഭാഗമാണ്. അതായത് 3/2. അതുപോലെ തന്നെ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ് ABD ഇത് D എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആയതുകൊണ്ട് ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫാണ് ഈ കാണുന്ന ഈ മൊത്തം ട്രയാങ്കിൾ, ഹാഫ് അല്ലേ? ഇനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ABD ഈസ് ഏരിയ ഓഫ് ABG. ABDയുടെ എത്രയാണ്? 3/2 ഭാഗമാണ്. ABDയുടെ 3/2 ഭാഗമാണ് ഇതിൻ്റെ ഏരിയ. ഏതിൻ്റെ? ഈ കളറിൽ വരയ്ക്കണ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മൊത്തത്തിൻ്റെ, ആ റെഡ് മൊത്തത്തിൻ്റെ 3/2 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ABCയുടെ എത്ര ഭാഗമാണ്? ABC എന്ന് പറയുന്നതിൻ്റെ എത്ര ഭാഗമാണ് ABG? ഇപ്പോൾ ABG എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫാണ്, ABDയുടെ ഹാഫാണ്. അതുപോലെ തന്നെ ABCയുടെ ഹാഫാണ് ABD. ABC കാണുന്നില്ലേ? ABCയുടെ ഹാഫാണ് ABD. ആ ഹാഫിൻ്റെ 3/2 ഭാഗമാണ് ABG. ഹാഫിൻ്റെ 3/2. അപ്പോൾ ഈ 2 വെട്ടി കഴിയുമ്പോൾ 1/3 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിൽ നിങ്ങൾ ഈ ആൻസർ മാത്രം എഴുതിയാൽ മതി. വളരെ ഈസി ആയിട്ട് ആ ചിത്രത്തിൽ നിന്ന് തന്നെ ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. 20ാമത്തെ ചോദ്യം. ഇൻ ദ പിക്ചർ a triangle is drawn joining the ends of a diameter of a semicircle to a point on it, and the squares are drawn on two sides of the triangle. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പെരിമീറ്ററാണ്, ഡയമീറ്ററാണ് ഇത്. ഇതൊരു ഡയമീറ്ററാണ്. ഈ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിൽ ഇപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ? 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ഇത് 7 ആയതുകൊണ്ട് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ്. അപ്പോൾ ഇത് 7 ആയതുകൊണ്ട് ഈ സൈഡ് എത്ര ആയിരിക്കും? √7 ആയിരിക്കും. ഇത് 3 ആയതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും? √3 ആയിരിക്കും. പിന്നെ തേർഡ് സൈഡ് കാണണമെങ്കിൽ നമുക്കറിയാം √7ന്റെ സ്ക്വയർ 7 അല്ലേ? മൈനസ്, അതായത് വലിയ സൈഡിൻ്റെ സ്ക്വയർ മൈനസ് ചെറിയ സൈഡിൻ്റെ സ്ക്വയർ, √3യുടെ സ്ക്വയർ. √7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ കിടക്കുന്നത് തന്നെയാണ്. √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. 7 - 3 എന്ന് പറയുന്നത് √4 ആണ്. √4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ നീളം 2 എന്ന് കിട്ടി. അപ്പോൾ ഈ ചോദ്യം ഒരു വലിയ ചോദ്യമാണെങ്കിലും ഉത്തരം വളരെ ചെറുതാണ്. അവിടെ പൈതഗോറസ് തിയറമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ പെരിമീറ്റർ ചോദിച്ചിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്?
2 പ്ലസ് √3 പ്ലസ് √7. 2 √3 √7. ഇത്ര എഴുതിയാൽ മതി. പെരിമീറ്റർ എല്ലാ വശങ്ങളുടെയും നീളത്തിൻ്റെ തുകയല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ അതിന് 1.73 എന്ന് പറയുന്ന വാല്യൂ ഒന്നും കൊടുക്കണ്ട. കാരണം √7ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവില്ല. നമുക്ക് കാണാപ്പാഠം പഠിക്കുകയും വേണ്ട. ഇനി ബി പാർട്ട്. ദ പിക്ചർ ഷോസ് 2 സ്ക്വയേഴ്സ്. അതായത് 2 സ്ക്വയേഴ്സ്, 2 സമചതുരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ വശം 3 ആണ്, അടുത്തതിൻ്റെ വശം 2 ആണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഡയഗണൽസ് ഓഫ് 2 സ്ക്വയേഴ്സ്. നമുക്കറിയാം ഈ വശം 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 3 ഇൻറ്റു √2 ആണ്. ഇത് 2 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. ഇത് 2 ഇൻറ്റു √2 ആണ്. അതായത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് 1 √2 അല്ലേ. ഇവിടെ 2 ആണെങ്കിൽ 2 √2. ഇവിടെ 5 ആണെങ്കിൽ 5 √2. 10 ആണെങ്കിൽ ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10 ഗുണം √2. ഇത് 3 ആയതുകൊണ്ട് ഇത് 3, ഇത് 3 ഇൻറ്റു √2 എന്ന് വരും. ഇത് 2 ആയതുകൊണ്ട് ഇത് 2, ഇത് 2 ഇൻറ്റു √2. റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ പെരിമീറ്റർ കാണാൻ അങ്ങനെ പറഞ്ഞേക്കണേ. അതായത് പെരിമീറ്റർ ഓഫ് സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 2 പ്ലസ് 2 √2. 2 ഇൻറ്റും കൂടെ 4 വരും. 4 പ്ലസ് 2 √2 എന്ന് ചെയ്താൽ മതി. അടുത്ത് ചെറുതിൻ്റെ ആണെങ്കിൽ 3 പ്ലസ് 3 √2. 3 പ്ലസ് 3 √2. അതായത് 3യും 3യും കൂടെ 6 ആവും. പ്ലസ് 3 √2 എന്ന് ഉത്തരം കിട്ടും. ഇനി 21ാമത്തെ ചോദ്യമാണ്. അതൊരു ഫ്രാക്ഷൻ വരുന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് ചെയ്തു നോക്കാം. When 2 is added to the denominator of a fraction, the fraction reduced to lowest terms, we get 1/4. When 2 is added to the denominator and the fraction reduced to lowest terms, we get 1/5. What is the fraction? ഒരു ഫ്രാക്ഷൻ്റെ, അതായത് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് 2 കൂട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/4 കിട്ടും. ഛേദത്തോട് 2 കൂട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/5 കിട്ടും. എങ്കിൽ ഫ്രാക്ഷൻ ഏത് എന്നാണ് ചോദ്യം. അതായത് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോണത്, അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം, ഡിനോമിനേറ്ററിനെ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ x/y. ഇനി അതിൻ്റെ ന്യൂമറേറ്റർ 2 കൂട്ടി, അപ്പോൾ x+2 ഡിനോമിനേറ്റർ ഒന്നും ചെയ്തില്ല, y എന്ന് പറയുന്നത് 1/4 ആണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എത്ര കിട്ടും? 4 ഇൻറ്റു x+2 എന്ന് പറയുന്നത് y ഇൻറ്റു 1. അതായത് 4x + 8 എന്ന് പറയുന്നത് y ആണ്. ഇപ്പോൾ നമ്മൾ ഈ 8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, വൈനെ ഇപ്പുറത്തേക്കും കൊണ്ടുവരികയാണ്. അപ്പോൾ 4x - y എന്ന് പറയുന്നത് -8 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഇനി അതിൻ്റെ അകത്ത് x/y+2, അതായത് ഡിനോമിനേറ്റർ 2 കൂട്ടുമ്പോൾ 1/5 എന്ന് കിട്ടി. അതായത് നമുക്കിത് ഇങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ 5x = y+2 × 1. അപ്പോൾ 5x - y = 2 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനാണ് അല്ലേ, ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ കുറയ്ക്കുവാണ്. എങ്ങനെ വേണമെങ്കിലും കുറയ്ക്കാം, 2ൽ നിന്ന് 1 കുറയ്ക്കാം, അല്ലെങ്കിൽ 1ൽ നിന്ന് 2 കുറയ്ക്കാം. 4x - y എന്ന് പറയുന്നത് -8 ആണ്. 5x - y എന്ന് പറയുന്നത് 2 ആണ്. 4xൽ നിന്ന് 5x കുറച്ച് കഴിയുമ്പോൾ -x ആണ്. ഇത് 0 ആവും. ഒരേ സംഖ്യകൾ തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ 0 ആണ്. -8 ഇത് മൈനസ് ആണ്. -8 - 2 എന്ന് പറയുന്നത് -10 ആണ്. അപ്പോൾ -x എന്ന് പറയുന്നത് -10 ആണ്. എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? +10. അപ്പോൾ അവിടുത്തെ ആ ഒരു ചിഹ്നം ഇട്ടേക്കുന്നത് പ്ലസ് അല്ല, മൈനസ് ആണ്. ഇനി അതിൻ്റെ വാല്യൂ ഞാൻ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5x 5 × 10 - y എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പോൾ 50 - y എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഞാൻ y-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, 2-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ y = 50 - 2 48 എന്ന് കിട്ടി. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 10/48 ആണ്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 10/48 ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം.
ഇതിൻ്റെ ഡിനോമിനേറ്റർ 2 കൂട്ടിക്കുക, ന്യൂമറേറ്റർ 2 കൂട്ടിക്കുമ്പോൾ 12, 12/48 1/4 ആണ്. ഇത് 2 കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടും? 10/50 വെട്ടി കഴിയുമ്പോൾ 1/5. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ബി പാർട്ട് ഇതായിരുന്നു. 5 times of a number added to 3 times of another number gives 62. അതായത് ഒരു സംഖ്യയുടെ 5 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടുമ്പോൾ 62 ആണ്. രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് ഒന്നാമത്തെ സംഖ്യയുടെ 4 മടങ്ങിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 10 കിട്ടും. ഇക്വേഷൻ ഉണ്ടാക്കി നമ്പേഴ്സ് കാണുക. നമ്പേഴ്സ് എക്സും വൈയും എടുത്തു കഴിഞ്ഞാൽ 5x + 3y എന്ന് പറയുന്നത് 62 ആണ്. 4x - 2y എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സോ വൈയോ ഒന്നും തുല്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരെണ്ണം തുല്യമാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും. രണ്ടാമത്തേന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും. ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 10x, ഇവിടെ 6y, ഇവിടെ 124. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x, ഇവിടെ -6y = 30. അപ്പോൾ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഞാൻ ഇത് തമ്മിൽ കൂട്ടുകയാണ്. കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 22x എന്ന് പറയുന്നത് 154 എന്ന് കിട്ടും. അപ്പോൾ എക്സ് കാണണമെങ്കിൽ 154നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതിൻ്റെ വാല്യൂ, ആ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5x 5 × 7 + 3y = 62. അപ്പോൾ അതായത് 35 + 3y എന്ന് പറയുന്നത് 62 ആണ്. അപ്പോൾ 3y കാണണമെങ്കിൽ 62ൽ നിന്ന് 35 കുറയ്ക്കുക, 27 എന്ന് കിട്ടി. y എന്ന് പറയുന്നത് 27നെ 3 കൊണ്ട്, അതായത് 3y എന്ന് പറയുന്നത് 27 ആണ്. y എന്ന് പറയുന്നത് 27/3 9 എന്ന് കിട്ടി. ഇനി 22ാമത്തെ ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, വരയ്ക്കാനുള്ളതാണ്. ഒരു വരയെ 2:3:5 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം 2, 3, 5, 4, 9 തുല്യ ഭാഗങ്ങളാക്കുക. എന്നിട്ട് ഏറ്റവും അവസാനത്തതും ഇവിടുത്തെ അവസാനത്തെ വരയും കൂടെ, അല്ലേ? ഇത് 13 സെൻറ്റിമീറ്റർ നീളമുള്ള വരയാണ്. ചെരിച്ചൊരു വര വരച്ചു, അതിനെ 9 തുല്യ ഭാഗങ്ങളാക്കി. എന്നിട്ട് ഇങ്ങനെ ഈ വരയ്ക്ക് പാരലായിട്ട് നമ്മളിവിടെ വര വരച്ചു. ഇനി അതിന് ട്രയാങ്കിൾ വരയ്ക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ നീളം എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ നീളം എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടും. ഇത് നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി വരച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ ചുമ്മാ ഒന്ന് വരച്ച് കാണിച്ചുള്ളൂ. വരയ്ക്കാനുള്ള ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇനി ഇതും പുസ്തകത്തിലുള്ള ഒരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ ഡയഗണൽസ് ഓഫ് ഈച്ച് റൈറ്റ് ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ. ഹൗ മച്ച് ലാർജർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th. ഓരോ റൈറ്റ് ട്രയാങ്കിളിൻ്റെയും ഡയഗണൽസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡയഗണൽസ് എന്ന് പറയുന്നത് അതിൻ്റെ കർണം, അല്ലേ, കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്ന് എത്ര കുറവാണ് 9th. അപ്പോൾ നോക്കിയാൽ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2, രണ്ടാമത്തതിൻ്റെ √3, മൂന്നാമത്തതിൻ്റെ √4, √4 ആണല്ലോ 2, നാലാമത്തതിൻ്റെ √5. ഇത്ര എഴുതി കഴിഞ്ഞാൽ അപ്പോൾ √2, √3, √4 എന്ന് തന്നെ ഞാൻ എഴുതുവാണ്, √5. അപ്പോൾ സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ നോക്കിയേ, ഒരെണ്ണം എപ്പോഴും 1 ആണ്. സെക്കൻഡിൻ്റെ √2, 1, √3. അപ്പോൾ 10ാമത്തതിൻ്റെ √10, 1, √11. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് √10 + 1 + √11. 9ാമത്തതിൻ്റെ √9 പ്ലസ്, അല്ലേ, എൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് √9, 1, √10. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് √9 + 1 + √10. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്.
ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് √10 + 1 + √11 നിന്ന് √9 + 1 + √10 കുറയ്ക്കുക. അപ്പോൾ √10ഉം √10ഉം കട്ടായിപ്പോയി, ഒന്നും പോയി. ബാക്കി എന്താ വരുന്നത്? √11 മൈനസ് √9. അപ്പോൾ 20-ാമത്തെയും 21-ാമത്തെയാണ് ചോദിക്കുന്നതെങ്കിലോ √22 മൈനസ് √20 ആയിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ 4-ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്. 10 and 19 leave remainder 1 on division by 3. What is the remainder on dividing their product by 3? അതായത് 10നെയും 19നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. കാരണം 10നെ 3 3 9 1 10, 19 ആണ് 6 3 18 1. അങ്ങനെയാണ് അതിൻ്റെ പ്രോഡക്റ്റ് നോക്കുകയാണ്. 10 × 19 190. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പോൾ പ്രോഡക്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ആൻസർ 1 ആണ്. പ്രൂവ് ദാറ്റ് if two numbers leave remainder 2 on division by 3, then the product of these numbers leave remainder 1 on division by 3. അതായത് 2 നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവില്ല. 2 നമ്പേഴ്സ്, അതിനെ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരുവാണ്. ഈ 2 നമ്പേഴ്സ് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. അതുപോലെ തന്നെ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 2 ആണ്. ഇത് ഗുണിച്ചു. 8 5 40. 40നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണേ? ഒരു 3 3 10 3 3 9. റിമൈൻഡർ 1 ആണ്. ഇത് മനസ്സിലായോ? അപ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സിൻ്റെ കോമൺ ആയിട്ട് 3n + 2, 3ൻ്റെ മൾട്ടിപ്പിൾ +2, 3m അടുത്തൊരു സംഖ്യ എടുത്തു. എമ്മോ എക്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. 3m + 2 എന്ന് എടുത്തു. ഇത് തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോൾ 9m എന്ന് കിട്ടും. ഇത് തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോൾ 6n കിട്ടും. ഇനി ഇത് തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോൾ 6m കിട്ടും. ഇത് തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോൾ 2 2 4 കിട്ടും. നോക്കിയേ, ഇത് 9, ഇത് 6, ഇത് 6m, ഇത് 4ന് ഞാൻ ഇങ്ങനെ എഴുതി 3 + 1 എന്ന് എഴുതി. അപ്പോൾ നോക്കിയേ, 3 + 1 എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണതാണ്. അപ്പോൾ നോക്കിയേ, മൾട്ടിപ്പിൾ ഓഫ് 3 + 1. അപ്പോൾ ഇപ്പോഴും റിമൈൻഡർ എത്ര കിട്ടിയേ? 1. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പറഞ്ഞില്ലേ, 5ഉം 8ഉം പറഞ്ഞില്ലേ, അത് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന 40 എന്ന് പറയുന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് റിമൈൻഡർ 1 ആണ്. Write 2 numbers whose product leaves remainder 2 on division by 3. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 2 നമ്പേഴ്സ് 5ഉം 8ഉം ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. ഇനി 2-3 ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. റൈറ്റ് എ 2-digit നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 13. അതായത് സം ഓഫ് ഡിജിറ്റ്സ് 13 കിട്ടാൻ വേണ്ടി എന്തൊക്കെയുള്ളത്? 49, 4 9 13, 58, 8 5, 67. 67ന് നേരെ തിരിച്ചിടാം. 76,
85 94. അപ്പോൾ ഇങ്ങനെ ഇത്രയും രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ലെറ്റ് ദ ഡിജിറ്റ് ഇൻ ദ 10th പ്ലേസ്, 10th പ്ലേസിൻ്റെ ഡിജിറ്റിന് എക്സ് എന്നും അതുപോലെ തന്നെ വൺസ് പ്ലേസിനെ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്പറിന് നമുക്ക് 10x + y എന്ന് എഴുതാം. അതുപോലെ തന്നെ സം ഓഫ് ദി ഡിജിറ്റ്സ് 13 ഇപ്പോൾ x + y എന്ന് പറയുന്ന 13. ഇനി അടുത്ത് പറഞ്ഞേക്കണത് എന്താണ്? ഇതാണ് നമ്പർ. ഇതിൻ്റെ ഡിജിറ്റ്സ് മാറ്റി, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് വൈ വന്നു, വൈയുടെ സ്ഥാനത്ത് എക്സ് വന്നു. അതായത് 35 എന്ന് പറയുന്ന ഒരു സംഖ്യ തിരിച്ചിട്ടു, 53. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10x + y ആണ് നമ്പർ എങ്കിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 10y + x ആണ്. അത് 10x + y എന്ന് പറയുന്ന ആദ്യ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ 10xനെയും വൈനെയും ഇടത് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായി? 10y + x മൈനസ് 10x മൈനസ് y എന്ന് പറയുന്നത് 27 ആണ്. എക്സിൽ നിന്ന് 10x കുറച്ച് കഴിഞ്ഞാൽ -9x, 10yയിൽ നിന്ന് 1y കുറച്ചു, 9y = 27. ഇപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് വെട്ടിപ്പോയി -x, ഇത് വെട്ടിപ്പോയി y = 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. x + y = 13 എന്ന് കിട്ടി. x + y = 13 എന്ന് കിട്ടി. -x + y എന്ന് പറയുന്ന 3 കിട്ടി. അപ്പോൾ ഇത് തമ്മിൽ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് 0 ആയിപ്പോയി. 2y എന്ന് പറയുന്നത് 16 എന്ന് കിട്ടി. y എന്ന് പറയുന്നത് 8 കിട്ടി അല്ലേ? അതുപോലെ തന്നെ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് x + y എന്ന് പറയുന്നത് 13. അപ്പോൾ x കാണണേ 13ൽ നിന്ന് 8 y കുറച്ചു 5 എന്ന് കിട്ടി. അപ്പോൾ സംഖ്യ ഏതാണ്? 58. ഇരുപത്താറാമത്തെ, ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 meter, ദ ഏരിയ ബിക്കംസ് 551 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അതായത് സൈഡ്സ് 1 വീതം കുറയുകയാണെങ്കിൽ ഏരിയ 551, ഇൻക്രീസ്ഡ് ബൈ 1 meter 1 വീതം കൂടുകയാണെങ്കിൽ എത്ര? 651. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ചോദിച്ചിട്ടുണ്ട്, പെരിമീറ്റർ ചോദിച്ചിട്ടുണ്ട്, ലെങ്ത് ഓഫ് സൈഡ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ്സിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? എക്സ്. അതായത് സൈഡ്സ് 1 വീതം കുറഞ്ഞപ്പോൾ x - y, അതിൻ്റെ ഏരിയ y - 1 = 551. നമുക്കറിയാം xy - x + y + 1 എന്ന് പറയുന്നത് 555. ഈ ഒന്നിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ xy - x + y എന്ന് പറയുന്നത് 550 എന്ന് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി 1 വീതം കൂട്ടിയാൽ അപ്പോൾ x എന്നുള്ളത് x + 1 ആയി, y എന്നുള്ളത് y + 1 ആയി, = അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 651. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഏരിയ ആണ്. അപ്പോൾ x × y xy, x × 1 x, y × 1 y അല്ലേ? xy + x + y + 1 എന്ന് പറയുന്നത് 651. ഇപ്പോൾ xy + x + y എന്ന് പറയുന്ന 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 650 എന്ന് പറയുന്ന ഉത്തരം കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഒരെണ്ണം xy - x + y = 550 എന്നും, അടുത്തത് xy + x + y എന്ന് പറയുന്നത് 650 എന്ന് കിട്ടി. ഇത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ 2xy, ഈ സാധനം ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആയതുകൊണ്ട് ഇത് 0 ആയിപ്പോയി. ഇത് കൂട്ടുമ്പോൾ 1200 എന്ന് കിട്ടും. xy എന്ന് പറയുന്നത് 1200ൻ്റെ പകുതി 600 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 600 കിട്ടി. x × y ആണല്ലോ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടി? 600 കിട്ടി. ഒന്നുകൂടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് വലിയ ഇക്വേഷനാണ്, ഇത് ചെറിയ ഇക്വേഷനാണ്. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ചു. കുറയ്ക്കുമ്പോൾ xyയും കൂടെ 0 ആയിപ്പോയി. ഇതുപോലത്തെ ചോദ്യം ഞാൻ 2-3 പ്രാവശ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ഒന്ന് പോകുന്നത്. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ x + y 2x + y എന്ന് പറയുന്നത് 100 ആണ്. ഈ 2x + y എന്ന് പറയുന്നത് എന്താ? 2 × നീളം + വീതി, ഇതിൻ്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എത്ര കിട്ടി? 100 കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് കിട്ടി. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? x + y എന്ന് പറയുന്ന 100ൻ്റെ പകുതി 50 എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷനും കൂടി എഴുതുകയാണ്.
അപ്പോൾ ഈ ഇക്വേഷന് വീണ്ടും ഞാൻ 1 തന്നെ കൊടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത 2 ഇക്വേഷൻ മതി, അതുകൊണ്ടാണ് 1 എടുത്തത്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന 50 കിട്ടി, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന 50 കിട്ടി, എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ് 600 കിട്ടി. 600 അല്ലേ? 600 കിട്ടി. അപ്പോൾ എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ സ്ക്വയറിൽ നിന്ന് 4xy കുറയ്ക്കുന്നതാണ്. അതായത് 50ൻ്റെ സ്ക്വയറിൽ നിന്ന് 4 × 600, 2500 നിന്ന് 2400 കുറച്ചു 100 കിട്ടി. ഇപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് √100 എന്ന് പറയുന്ന 10 കിട്ടി. നോക്കിയേ, എക്സ് പ്ലസ് വൈ 50 കിട്ടി, എക്സ് മൈനസ് വൈ 10 കിട്ടി. നമുക്കറിയാം തുകയും വ്യത്യാസവും അറിയാമെങ്കിൽ വലിയ സംഖ്യ കാണണമെങ്കിൽ 50ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ചെറിയ സംഖ്യ കാണണമെങ്കിൽ 50ൽ നിന്ന് 10 കുറച്ചിട്ട് പകുതി എടുക്കുക. അപ്പോൾ 60ൻ്റെ പകുതി 30 കിട്ടും. ഇവിടെ 20 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഇനി അതിൻ്റെ ബി പാർട്ടാണ്. when two numbers are increased by 1 and multiply, the product is 285 അല്ലേ? ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ലെങ്തും ബ്രെഡ്ത്തിനും പകരം 2 numbers എന്ന് മാത്രമാണ് തന്നേക്കണേ. അപ്പോൾ എക്സും വൈ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 × y പ്ലസ് 1 എന്ന് പറയുന്നത് 285. അത് നമുക്കറിയാം. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 285. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അതിൽ നിന്ന് 1 കുറച്ച് 284 കിട്ടി. എക്സ് മൈനസ് വൈ, അതായത് 1 വീതം കുറയുകയാണെങ്കിൽ എക്സ് മൈനസ് 1 × y മൈനസ് 1 എന്ന് പറയുന്നത് 221 കിട്ടും. അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിൽ വേണം, പ്ലസ് 1 എന്ന് പറയുന്നത് 221 കിട്ടി. അപ്പോൾ ഈ 1 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 220 ആണ്. 1ഉം 2ഉം കൂടെ കൂട്ടി കഴിയുമ്പോൾ ഇത്രയും ഭാഗം അങ്ങോട്ട് പൊക്കോളും. ബാക്കി എത്ര കിട്ടും? 2xy എന്ന് പറയുന്നത് 504 എന്ന് കിട്ടും. അപ്പോൾ 1xy എന്ന് പറയുന്നത് 504ൻ്റെ പകുതിയാണ് 252. ഇനി 1ഉം 2ഉം കൂടെ കൂട്ടും, ആദ്യം കുറയ്ക്കുവാണ് ഇത്. നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടും? കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എക്സ് വൈ കിട്ടിയത്. ഇനി ആദ്യം നമ്മൾ കൂട്ടി, ഇനി നമ്മൾ കുറയ്ക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത്? എക്സ് വൈയും കൂടെ പോയി, ബാക്കി ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഇപ്പോൾ 2 × x പ്ലസ് വൈ എന്ന് പറയുന്നത് 64 ആവും. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന 64ൻ്റെ പകുതി 32 എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ. ഇതിന് നമുക്ക് ഇത് ആവശ്യമുള്ളൂ, കൊണ്ട് അതിന് 1 എന്ന് കൊടുത്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് മൈനസ് വൈയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയുടെ സ്ക്വയറിൽ നിന്ന് 4xy കുറയ്ക്കുന്നതാണ്. 32ൻ്റെ സ്ക്വയറിൽ നിന്ന് 4 × 252, 1024 നിന്ന് 1008 കുറച്ചു 16 കിട്ടി. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് √16 ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 2 കിട്ടി. അപ്പോൾ വലിയ സംഖ്യ കാണണമെങ്കിൽ 32ഉം 4, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 4 അല്ലേ? 4ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. 36ൻ്റെ പകുതി 18 എന്ന് കിട്ടി. വൈ കാണണമെങ്കിൽ 32ൽ നിന്ന് 4 കുറച്ചിട്ട് പകുതി എടുക്കുക. 28ൻ്റെ പകുതി 14 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ SCERT മോഡൽ ചോദ്യങ്ങളായിട്ട് തന്നിരിക്കുന്നത്. ഞാൻ ചെയ്ത് കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതിലെല്ലാ ചോദ്യങ്ങളുടെയും മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഒന്നുകൂടി ചെയ്ത് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ.